ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടും ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ രഹസ്യ റിപ്പോർട്ട്. 2 ആണവ കേന്ദ്രങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർന്നത് എന്നാണ് പെന്റഗൺ റിപ്പോർട്ടിലുള്ളതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ റിപ്പോർട്ട് അപൂർണവും പ്രാഥമികവുമാണെന്ന് നാറ്റോ ഉച്ചകോടിയിൽ ട്രംപ് വ്യക്തമാക്കി. 5 പേജുള്ള പെന്റഗൺ ഇന്റലിജൻസ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ വർഷിച്ചിട്ടും ഇറാനിലെ 2 ആണവ കേന്ദ്രങ്ങളുടെ കവാടങ്ങൾ മാത്രമാണ് തകർക്കാനായത്. എന്നാൽ ഭൂഗർഭ ആണവ നിലയങ്ങൾ തകർക്കാനായില്ല. ആക്രമണത്തിനു മുൻപ് സമ്പുഷ്ട യുറേനിയം ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ താവളത്തിലേക്ക് മാറ്റി. ഇനി വേണമെങ്കിലും മാസങ്ങൾ കൊണ്ട് ഇറാന് ബോംബുണ്ടാക്കാനാകും. ഇപ്പോഴത്തെ ആക്രമണം ആണവ പദ്ധതികൾ വൈകിപ്പിക്കുക മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ട് അപൂർണവും പ്രാഥമികവുമാണെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ പതിറ്റാണ്ടുകൾ പിറകോട്ട് നയിച്ചുവെന്ന് നാറ്റോ ഉച്ചകോടിയിലും ട്രംപ് വ്യക്തമാക്കി. റിപ്പോർട്ട് ചോർന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും റിപ്പോർട്ട് പ്രാഥമികമാണെന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ പ്രതികരണം. ഇറാന്റെ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാന് ആണവ സാങ്കേതിക ജ്ഞാനമുണ്ടെന്നത് വസ്തുതയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി വ്യക്തമാക്കി. ശത്രുവിന് കടുത്ത ശിക്ഷ നൽകിയെന്നും വിജയം ഇറാനാണെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24.